കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്കുമാറാത്ത നമ്മുടെ പരിശുദ്ധ കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടട്ടെ. ബഹുമാന്യ കർത്താവിൻ്റെ ദാസിദാസന്മാർ, ദൈവമക്കൾ, പിന്നീട് ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വിശുദ്ധന്മാർ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഇതുവരെ നമ്മുടെ ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചുകൊണ്ടിരുന്ന പ്രിയ വർക്കിച്ചായനും മറ്റ് ലീഡ് ചെയ്തതാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവർക്കുമൊക്കെയുള്ള നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർ നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അനുഗ്രഹകരമാണല്ലോ. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വചനം അവർ നമ്മോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നു. അവരോട് നമുക്ക് വളരെയധികം ആദരവുണ്ട്. ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ കർത്താവിൻ്റെ ദാസന്മാർക്ക് അവരുടെ മനസ്സ് നമ്മോട് പങ്കുവയ്ക്കുവാനായിട്ട് അവസരമുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വേഗത്തിൽ തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മനഃപ്പാഠമായിട്ടുണ്ട്. എങ്കിൽ കൂടെ നമുക്ക് ഒന്നും കൂടെ വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ നമ്മോട് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നു. നമ്മൾ കണ്ടു, ഈ ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്ന വിശുദ്ധന്മാരോട്, സഹോദരന്മാരോട്, പുല്ലിംഗത്തിൽ മാത്രമല്ല സഹോദരരോട് പറയുന്ന പ്രബോധന വാക്യമാണ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ ഇവിടെ അപ്പോസ്തോലനെന്നും മഹാപുരോഹിതനെന്നും പറഞ്ഞിരിക്കുന്നു, ചിത്രീകരിച്ചിരിക്കുന്നു. അതിൽ മഹാപുരോഹിതൻ എന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോസ്തോലൻ എന്ന ഭാഗം പഠിച്ചു കഴിഞ്ഞു. മഹാപുരോഹിതനായ യേശുവിൻ്റെ ശ്രേഷ്ഠത, അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ പോരായ്മകൾ, പുരോഹിതന്റെ ശുശ്രൂഷകൾ, യോഗ്യതകൾ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇന്നലെ നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങിയത് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ചാണ്. എന്ന് വച്ചാൽ, പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനോട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം, ഒരു ആണ, ഒരു ഓത്ത്, അതാണ് നാം ഇന്നലെ പഠിക്കാനായിട്ട് തുടങ്ങിയത്. യേശുക്രിസ്തു മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. സ്തോത്രം. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ 3 ഭാഗങ്ങളിൽ അല്ലെങ്കിൽ 3 പുസ്തകങ്ങളിലാണ് മൽക്കീസേദേക്കിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിലും സങ്കീർത്തനം 110-ലും പിന്നെ എബ്രായ ലേഖനത്തിലും
പ്രത്യേകിച്ച് 5, 7 അധ്യായങ്ങളിൽ. നമ്മൾ ഇന്നലെ വളരെ ചുരുക്കമായി ഈ വിഷയത്തിൻ്റെ രത്നച്ചുരുക്കം കാണുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ ശ്രേഷ്ഠത നാം അത് കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ക്രമത്തിലാണ്. We see the uniqueness of Jesus' high priesthood, first of all, in the order of his priesthood. The order of his priesthood is not that of Aaron or Levites, but of Melchizedek. Then, the second uniqueness is how he became a high priest. It is by an oath. It's by an oath. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത ഒന്നാമത് അതിൻ്റെ ക്രമത്തിലാണ്. അഹരോന്റെയും ലേവ്യരുടെയും ക്രമത്തിലല്ല, പകരം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ക്രമം നാം ഇവിടെ വായിക്കുന്നത് പോലെ മൽക്കീസേദേക്കിൻ്റെ ക്രമമാണ്. അപ്പോൾ ആ ക്രമം അല്ലെങ്കിൽ ആ ഓർഡർ മേക്സ് ജീസസ് ഹൈ പ്രീസ്റ്റ്ഹുഡ് എ ഗ്രേറ്റർ വൺ, സുപ്പീരിയർ വൺ. രണ്ടാമത്തെ കാര്യമാണ് നാം കാണുന്നത്, it is by the oath or by which way Christ is appointed high priest. യേശുക്രിസ്തു മഹാപുരോഹിതൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ ആക്കപ്പെട്ടിരിക്കുന്ന രീതി എങ്ങനെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ശ്രേഷ്ഠതയുണ്ട്. അതാണ് നാം രണ്ടാമത് കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആണയാലാണ്. ആണ അല്ലെങ്കിൽ ഓത്ത്. 110 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം നമുക്ക് പരിചയമുണ്ടെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. Psalm 110 verse 4. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. സ്തോത്രം. യഹോവ സത്യം ചെയ്തു. ആ ചെയ്ത സത്യത്തെക്കുറിച്ച് അനുദപിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ അതിനി തിരുത്തത്തില്ല, റദ്ദാക്കത്തില്ല. നീ മൽക്കീസേദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന്, സ്തോത്രം, യഹോവയായ ദൈവം സത്യം ചെയ്തു പറഞ്ഞിരിക്കുക. കർത്താവ് അതിൽ നിന്നും പിന്മാറില്ല. ദൈവം ആ ആണ റദ്ദാക്കുകയില്ല. സ്തോത്രം. അതിനെക്കുറിച്ചാണ് നാം കാണുന്നത് എബ്രായർ 5 6 വാക്യം. 5ഉം 6ഉം കൂടെ ചേർത്ത് വായിച്ചോളൂ. Hebrews 5, 5 and 6. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും
നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ആറിന്റെ 20, 6:20. യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. സ്തോത്രം. ഏതാണ്ട് അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെയും 1 മുതലേ താഴോട്ട് നാം അതേ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും കാണുന്നു. ഇവിടെയെല്ലാം നാം കാണുന്നത് യേശുക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്നത് ഈ ശപഥത്തോടുകൂടെയാ, ദൈവം ചെയ്ത ശപഥം. സ്തോത്രം. ദൈവം ചെയ്ത ശപഥം. 8-ാമത്തെ അധ്യായത്തിലും നാം അതേക്കുറിച്ച് കാണുന്നുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. കണ്ടോ, ഇവിടെയെല്ലാം വിശേഷമേറിയ ശുശ്രൂഷ, വിശേഷമേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിതമായ ശുശ്രൂഷ. അപ്പം അതിനെല്ലാം ഉള്ള 2-ാമത്തെ കാരണമാണ് നാം കണ്ടത്. ദൈവം ഒരു ആണയോടുകൂടെ, ശപഥത്തോടുകൂടെ, സത്യം ചെയ്ത് മാറിക്കൂടാത്ത ശപഥത്താൽ യേശുവിനെ മഹാപുരോഹിതനാക്കിയതാണ്. 6-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം കൂടെ ഒന്ന് വായിച്ചോളൂ. 6, 17 and 18. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. 17-ഉം 18-ഉം ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവന്നു. കണ്ടോ, ആണയാൽ ഉറപ്പ് കൊടുത്തു. എന്നിട്ട് അവിടെ പറയുന്നത് 2 കാര്യങ്ങൾ എന്തൊക്കെയാ? മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ. അപ്പൊ ദൈവം, നാം 110-ാം സങ്കീർത്തനത്തിലും അതാണ് വായിച്ചത്, സത്യം ചെയ്തു അനുതപിക്കുകയുമില്ല. എന്ന് വെച്ചാൽ മാറിപ്പോകത്തില്ല, പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്യും. ഇപ്പോൾ പുത്രനോടുള്ള മശിഹൈക വാഗ്ദത്തത്തിൽപ്പെട്ടതാണത്. മെസ്സിയാനിക് പ്രോമിസിലുള്ളതാണ്. യേശുക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ശപഥത്താൽ, സത്യം ചെയ്തതിനാൽ ദൈവത്തിന് മാറിപ്പോകാൻ കഴിയാത്തതും അനുതപിപ്പാൻ കഴിയാത്തതും ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ ആണകൊണ്ട് ഉറപ്പ് കൊടുത്ത വിശേഷമേറിയ പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം.
യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ മൽക്കിസേദേക്കിന്റെ ക്രമപ്രകാരം ഉള്ള പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലുള്ള മൂന്നാമത്തെ സംഗതി ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. മൽക്കിസേദേക്ക് ഒരേ സമയം തന്നെ രാജാവും പുരോഹിതനുമായിരുന്നു. അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് ആർക്കും ഒരിക്കലും രാജാക്കന്മാരാകാൻ അനുവാദമില്ല, നിയമനമില്ല. സ്തോത്രം. എന്നാൽ മൽക്കിസേദേക്ക് ഒരേ സമയം രാജാവുമായിരുന്നു, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ two messianic offices together in Christ. Actually, there are three, but here we are taking two. യേശുക്രിസ്തുവിൻ്റെ 3 മെസ്സിയാനിക് ഓഫീസസ്, മശിഹൈക പദവികൾ ഉള്ളത് നമുക്കറിയാം. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ഇവിടെ നമ്മൾ മഹാപുരോഹിതൻ എന്ന നിലയിൽ മൽക്കിസേദേക്കിന്റെ ക്രമപ്രകാരം എന്ന അർത്ഥത്തിൽ 2 കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ: രാജാവും പുരോഹിതനും. സ്തോത്രം. വേറെ ആരും അങ്ങനെയായിരുന്നില്ല. വേറെ ഒരു രാജാവും പുരോഹിതനായിരുന്നില്ല, ഒരു പുരോഹിതനും രാജാവുമായിരുന്നില്ല. ദാവീദിനെ പക്ഷേ നമുക്ക് പ്രവാചകനും രാജാവും എന്ന് വിളിക്കാം. എന്നാൽ പുരോഹിതനും രാജാവുമായി ഉള്ളത് മൽക്കിസേദേക്ക് മാത്രമാണ്, മറ്റാരുമില്ല. മൽക്കിസേദേക്ക് മാത്രം. ക്രിസ്തുവും Moses was not king, also Samuel. He was judge only, not king. രാജാക്കന്മാർ ആകുന്നത് ശമൂവേലിന് ശേഷമേ ഉള്ളല്ലോ. തീർച്ചയായും ഇസ്രായേലിന് നേതൃത്വം കൊടുത്തവരാണ് ഇവർ രണ്ടുപേരും. പ്രവാചകന്മാരുമായിരുന്നു. അധികവും ഇസ്രായേലിന് ന്യായാധിപത്യം ചെയ്തവരൊക്കെ പ്രവാചകരായിരുന്നു. ധാരാളം പേരുണ്ടായിരുന്നു. ശമൂവേലിനേക്കാൾ ഈ കാര്യം കുറച്ചുകൂടെ ഫിറ്റ് ആകുന്നത് ഏലിയിലാണ്. അദ്ദേഹം പക്ഷെ പ്രവാചകനായിരുന്നില്ല. അപ്പം രാജാവ് എന്ന പദവിയിലേക്ക്, എന്ന ഓഫീസിലേക്ക് വരുന്നത് ശൗല് മുതലേ ഉള്ളൂ, ശമൂവേലിന് ശേഷമാണ്. മോശയും അങ്ങനെ തന്നെ. അതുകൊണ്ട് നമുക്ക് അവരെ ഈ കൂട്ടത്തിൽ പെടുത്താൻ ഒക്കത്തില്ല. ന്യായപാലനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, രാജത്വം ഉണ്ടായിരുന്നില്ല. അന്ന് രാജാവ് ദൈവം നേരിട്ടായിരുന്നെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അതും ഇതും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. രാജാവ് എന്നൊരു ഓഫീസ് അന്ന് മനുഷ്യർക്കിടയിൽ ആർക്കുമേ ഉണ്ടായിരുന്നില്ല, ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ. അപ്പോൾ യേശുക്രിസ്തുവും മൽക്കിസേദേക്കും ആയിട്ടുള്ള താരതമ്യമാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ അതിശ്രേഷ്ഠമാക്കുന്ന ഘടകങ്ങളും. 4-ാമത്തേത് നാം നോക്കുന്നത്, ഇന്നലെ നമ്മൾ കണ്ട ചില കാര്യങ്ങളാണ്. മൽക്കിസേദേക്കിന്റെ അർത്ഥം, ശാലേം രാജാവിൻ്റെ അർത്ഥവും ഇന്നലെ നമ്മൾ കണ്ടു. മൽക്കിസേദേക്ക് എന്ന് വെച്ചാൽ ആദ്യം അവന് നീതിയുടെ രാജാവെന്നും, ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവെന്നും പേർ പറയുന്നു.
സ്തോത്രം. 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്: അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവെന്നും പേർ. അപ്പം മൽക്കീസേദേക്ക് എന്ന് വെച്ചാൽ നീതിയുടെ രാജാവ്, ശാലേം രാജാവ് സമാധാനത്തിൻ്റെ രാജാവ്. അതും രണ്ടും നമ്മുടെ കർത്താവിൽ എങ്ങനെ ചേർന്ന് വരുന്നു എന്ന് എടുത്തു പറയാതെ നമുക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം. യെശയ്യാ പ്രവാചകനും 32-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. സ്തോത്രം. നീതിയോടെ വാഴും. യെശയ്യാവ് വീണ്ടും 7-ഉം 9-ഉം ഒക്കെ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്, യേശുവിൻ്റെ പേരിൽ ഒന്നാണ് സമാധാന പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. അപ്പോൾ ഇതെല്ലാം, ഈ രണ്ട് അർത്ഥങ്ങളും യോജിച്ചു വരുന്നതും യേശുക്രിസ്തുവിലാണ്. സ്തോത്രം. സമാധാനത്തിൻ്റെ രാജാവ്, നീതിയുടെ രാജാവ്. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ പിന്നെയും ശ്രേഷ്ഠമാക്കുന്ന ഘടകം മൽക്കീസേദെക്കിനോടുള്ള ബന്ധത്തിൽ ഇന്നലെ നമ്മൾ കണ്ടു. വംശാവലിക്ക് പുറത്താണ്, അതായത് മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യത്തിന് തൻ്റെ ഭൂമിയിലെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടേയില്ല. No family background is taken into account for both of them, especially for Melchizedek. മൽക്കീസേദെക്കിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടേയില്ല, വംശാവലി നോക്കിയിട്ടേയില്ല. അപ്പനാര, അപ്പൂപ്പനാര, കുടുംബമേതാ, ഗോത്രമേതാ ഒന്നും കണക്കിലെടുത്തിട്ടില്ല. ഒന്നും കണക്കിലെടുത്തിട്ടില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെയും. അതുകൊണ്ടാണ് നാം ഈ അധ്യായങ്ങളിൽ വായിക്കുന്നത്, കുടുംബവും ഗോത്രവും ഒക്കെ നോക്കിയിരുന്നെങ്കിൽ യേശുവിന് മഹാപുരോഹിതനാകുവാൻ കഴിയില്ലായിരുന്നു. സ്തോത്രം. നമുക്കറിയാം, യഹൂദ ക്രിസ്ത്യാനികൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കുറച്ച് കാലങ്ങൾ ഇങ്ങനെ പോയി. നമ്മൾ പഠിച്ചതാണല്ലോ തുടക്കത്തിൽ തന്നെ, ഇത് പിന്മാറിപ്പോയവരെ ക്രിസ്തുവിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി എഴുതിയ ലേഖനമാണെന്ന്. അങ്ങനെ യേശുക്രിസ്തുവിൽ അവരുടെ വിശ്വാസവും ആശ്രയവും നഷ്ടപ്പെട്ട് യേശുക്രിസ്തുവിന് ഒരു മഹാപുരോഹിതനാകാൻ യോഗ്യതയൊന്നും ഇല്ലെന്ന് യഹൂദന്മാർ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എബ്രായ ലേഖകൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുക, ഞാൻ ഇന്നലെയോ മറ്റോ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു, ഹിന്ദിക്കാരിൽ ഇത്രയും വാചാലതയോടെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഒരാൾ, ഒരു ഹിന്ദിക്കാരൻ പ്രസംഗകൻ്റെ, ബോംബെയിൽ തന്നെയുള്ള പ്രസംഗകനാണ്, വീഡിയോസ് അയച്ചു തന്നു, ഞാൻ കേട്ടു എന്ന് ഇന്നലെയോ മിനിയാന്നോ മറ്റോ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ദുരുപദേശകനാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ദുരുപദേശം മറ്റൊന്നുമല്ല, യേശുനാമക്കാരനാണ്, തൃത്വ നിഷേധിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ 1.5 മണിക്കൂറത്തെ പ്രസംഗത്തിൽ ഒരു ചെറിയ ലൈൻ മാത്രമാണ് പറഞ്ഞു വിട്ടത്.
എനിക്ക് അയച്ചു തന്നയാള് അദ്ദേഹം ഒരു ഹിന്ദിക്കാരനാ, ഞാൻ സ്നാനപ്പെടുത്തിയ എൻ്റെ ആത്മീയ സന്തതിയാണെന്ന് പോന്നിടത്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് സുവിശേഷ നിമിത്തം ജയിൽവാസവും അനുഭവിച്ച ഒരാളാണ്. താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു കടുത്ത RSSകാരനായിരുന്നു. ഒക്കെ എനിക്കറിയാം. പക്ഷെ അദ്ദേഹം ഇതെനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് കേട്ടു നോക്ക്, എന്തൊരു ആഴത്തിലുള്ള ശുശ്രൂഷയാണ്. ശരിയാ, ഹിന്ദിക്കാർക്കിടയിൽ ഇതുപോലെ വചനവെളിപ്പാടുള്ള ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. വളരെ വാചാലതയോടെ, നല്ല ഭാഷയിൽ, നല്ല ശബ്ദത്തിൽ മണിക്കൂറുകൾ നമ്മൾ കേട്ടിരിക്കും, അതുപോലെ പ്രസംഗിക്കുന്നു. ബൈബിളിലെ അവിടുന്നും ഇവിടുന്നും എല്ലാം വാക്യങ്ങൾ കോർത്തിണക്കി നല്ല ഒരു മുത്തുമാല പോലെ പ്രസംഗിക്കുന്നു. പല വ്യാഖ്യാനങ്ങളും തെറ്റാണ് എങ്കിൽ കൂടെ. ഇപ്പം ഇന്ന് ഞാൻ മറ്റദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. അദ്ദേഹം എനിക്ക് മറുപടി തന്നു, ഇദ്ദേഹം ദുരുപദേശകനല്ല, പക്ക പെന്തക്കോസുകാരനാണ്. ഞാൻ അദ്ദേഹത്തെ അടുത്തറിഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ഡിബേറ്റ് നടത്തണം, ആരാ ജയിക്കുന്നതെന്ന് നോക്കാം, എന്നിട്ട് ജയിക്കുന്നയാളിൻ്റെ കൂടെ ഞാൻ കൂടാം. ഒടുവിൽ ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസംഗം കൂടെ കേട്ടു. 10 മിനിറ്റ് കേട്ടതേ ഉള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ തനി ഐഡന്റിറ്റി, സ്വത്വം വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയല്ല, നമ്മൾ ക്രിസ്ത്യാനികളല്ല, നമ്മുടെ സഭക്കാര്. പിന്നെ നമ്മളാരാ? നമ്മൾ ഈ മാർഗക്കാരാ, ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാ. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനി പിന്നെ ആരാ നിങ്ങൾ ചോദിക്കും. ക്രിസ്ത്യാനികൾ ആരാണെന്ന് വെച്ചാൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അംഗീകരിക്കുന്നവരാണ്. നമ്മളത് അംഗീകരിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ ആരാണ്? അവർ തൃത്വവാദികളാണ്, നമ്മളത് വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞ് തൻ്റെ ഐഡന്റിറ്റി അങ്ങോട്ട് വെളിപ്പെടുത്തുന്നു. ഞാൻ മറ്റദ്ദേഹത്തെ ഫോൺ വിളിച്ച് വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ന സ്ഥലത്ത് ഒരു മലയാളി പാസ്റ്റർ നടത്തുന്ന ഒരു വലിയ പെന്തക്കോസ്ത് സഭയുണ്ട്, ഹോളും ഗ്രൗണ്ടും ഒക്കെ ഉള്ള. 3 ദിവസത്തെ ഇദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന് ആ ഹോളാണ് എടുത്ത് നടത്തിയത്. ഇദ്ദേഹം ഇങ്ങനത്തെ ആളാണെന്ന് അറിയാതെ ആ ദൈവദാസൻ ഇദ്ദേഹത്തിന് മീറ്റിംഗ് നടത്താൻ ഹോൾ വിട്ടുകൊടുത്തു. ഒടുവിൽ ആ ചർച്ചിലെ, ഇന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് ആ ചർച്ചിലെ കുറേയേറെ വിശ്വാസികൾ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനമേറ്റവർ തിരികെ പോയി ഈ മനുഷ്യൻ്റെ കൈക്കീഴിൽ യേശുനാമത്തിൽ സ്നാനമേറ്റു. നോക്കണേ, അവർ ഒറ്റ മനുഷ്യൻ തൃത്വവിശ്വാസികളായ പെന്തക്കോസ്തുകാരുൾപ്പെടെ ഉള്ളവരെ വശീകരിച്ച് ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതുപോലെ യഹൂദന്മാരുടെ ഇടയിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവർ യേശു മഹാപുരോഹിതനായിരിക്കാൻ യോഗ്യനല്ലെന്ന് യഹൂദ ക്രിസ്ത്യാനികളെ പറഞ്ഞു പഠിപ്പിച്ച് കർത്താവിൽ നിന്നും മാറ്റിക്കൊണ്ടുപോയപ്പോൾ എബ്രായ ലേഖനകർത്താവ് അതിന് തടയിട്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പറയുന്ന അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ള വിശേഷതയേറിയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ യേശുവാണ്. കാരണം യേശു അഹരോന്റെ ക്രമപ്രകാരമല്ല, മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരമുള്ളയാളാണ്. യേശു യഹൂദ ഗോത്രത്തിൽ പിറന്നയാളായതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത് യേശുവിന്
പുരോഹിതനായിരിക്കാൻ അവകാശമില്ലെന്ന്. എന്നാൽ ഇന്ന് പിടിച്ചോ, അഹരോനും ലേവിയും ജനിക്കുന്നതിനും മുമ്പേ, അബ്രഹാമിന് മക്കൾ ജനിക്കുന്നതിനും മുമ്പ് തന്നെ, വംശാവലി നോക്കാതെ, കുടുംബ പശ്ചാത്തലം നോക്കാതെ ദൈവം പുരോഹിതനാക്കിയ ഒരുത്തനുണ്ട്. അവൻ്റെ പേരാണ് മൽക്കീസേദേക്ക്. ആ മൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരമാണ് യേശു പുരോഹിതനായിരിക്കുന്നത്, അഹരോന്റെ ക്രമപ്രകാരമല്ല. അതുകൊണ്ട് യേശുവിന് മഹാപുരോഹിതനായിരിക്കുവാൻ തികഞ്ഞ യോഗ്യതയുണ്ട്. സ്തോത്രം. തികഞ്ഞ യോഗ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ വിട്ട്, യേശുവിൻ്റെ മഹാപൗരോഹിത്യം വിട്ട് സംശയിച്ച് പോകേണ്ടതില്ല എന്നത് അവിടെ എടുത്തു പറയുകയാണ്. അതിലേക്ക് നമുക്ക് നാളെ വരാമെന്ന് കരുതുന്നു. ഇന്നിനിപ്പോൾ തുടങ്ങിയാൽ തീരത്തില്ല എന്നതുകൊണ്ട്. സ്തോത്രം. ഒരു ചോദ്യം വന്നതാണ്, അതിന് നമുക്ക് ദൈവം വെച്ചാൽ നാളെ മറുപടി പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, യേശുക്രിസ്തുവിന് മഹാപുരോഹിതനാകുവാൻ യോഗ്യത അഹരോന്റെ ക്രമപ്രകാരമില്ലെങ്കിലും മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരമുണ്ട്. കാരണം അഹരോന്റെ ജനനത്തിനും ലേവിയുടെ ജനനത്തിനും ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിനും ഒക്കെ മുമ്പാണ് ഈ രാജാവും പുരോഹിതനുമായ മൽക്കീസേദേക്കിനെ ദൈവം മഹാപുരോഹിതനായി അംഗീകരിക്കുന്നത്. ആ ക്രമപ്രകാരം യേശുവിന് മഹാപുരോഹിതനാകുവാൻ യോഗ്യതയുണ്ട്. സ്തോത്രം. മൽക്കീസേദേക്കുമായിട്ടുള്ള അടുത്ത ഒരു ബന്ധം എന്ന് പറയുന്നത്, നാം 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പോലെ 7-ന്റെ 4-ാമത്തെ വാക്യത്തിൽ, എബ്രായർ 7-ന്റെ 4-ൽ നമ്മൾ കാണുന്നു, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. എന്താ മൽക്കീസേദേക്കിന്റെ മാഹാത്മ്യം? ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ 10-1, തൻ്റെ കൊള്ളയുടെ വിശേഷ സാധനങ്ങൾ 10-1 കൊടുത്തുവല്ലോ. വീണ്ടും ഇവിടെ അപ്പോസ്തലൻ അഹരോന്യ പൗരോഹിത്യത്തെ മൽക്കീസേദേക്കിന്റെ പൗരോഹിത്യത്തിനും കീഴിലാണെന്ന് സ്ഥാപിക്കുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അഹരോന്റെ പൗരോഹിത്യത്തെ കുറയ്ക്കല്ല, പക്ഷേ മൽക്കീസേദേക്കിന്റെ ശ്രേഷ്ഠതയെ എടുത്തു കാണിക്കുക. എന്താണ് ഈ മഹാപുരോഹിതനായ മൽക്കീസേദേക്കിന്റെ ശ്രേഷ്ഠത? എന്താ ശ്രേഷ്ഠത? ഗോത്രപിതാവായ അബ്രഹാം പോലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ദശാംശം കൊടുത്തു. ദശാംശം കൊടുത്തപ്പോൾ അബ്രഹാമും അദ്ദേഹത്തെ തൻ്റെ മഹാപുരോഹിതനായിട്ട് അംഗീകരിച്ചു. അത്ര ശ്രേഷ്ഠനായിട്ട് അംഗീകരിച്ചു. മാത്രല്ല, താഴോട്ട് വരുമ്പം അഹരോനും ലേവിയും ഉൾപ്പെടെ ഉള്ളവർ അബ്രഹാമിൻ്റെ ലോയിൻസിൽ, കടിപ്രദേശത്തിരുന്നു കൊണ്ട് മൽക്കീസേദേക്കിന് ദശാംശം കൊടുത്തു.
അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സ്വീകരിച്ചു പറയുന്ന അഹരോനേക്കാളും അഹരോന്റെ വംശപാരമ്പര്യത്തെക്കാളും ഈ മൽക്കീസേദെക്കിന് മാഹാത്മ്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. കാരണം അബ്രഹാം ഉൾപ്പെടെ, ഗോത്രപിതാവ് ഉൾപ്പെടെ ഉള്ളവർ ഇവന് ദശാംശം കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള യേശു നിങ്ങൾ പറയുന്ന അഹരോന്റെ ക്രമപ്രകാരമുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. മറ്റൊന്ന് നാം കാണുന്നത് എന്താണ്? അങ്ങനെ ദശാംശം കൊടുത്തപ്പോൾ മൽക്കീസേദെക്ക് എന്ത് ചെയ്തു? മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. When he gave 1/10 of the things, or when Abraham gave tithe to Melchizedek, he blessed him. അനുഗ്രഹിച്ചു. സ്തോത്രം. അനുഗ്രഹിച്ചു എങ്കിൽ സ്തോത്രം എന്താണ് ചെയ്യുന്നത്? വലിയവൻ ചെറിയവനെയാണോ അതോ തിരിച്ചാണോ അനുഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നു. വലിയവർ ചെറിയവരെ അനുഗ്രഹിക്കുന്നു, ചെറിയവർ വലിയവർക്ക് കൊടുക്കുന്നു. അബ്രഹാം കൊടുക്കുകയും മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ ഒരു താർക്കികനെ പോലെ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, അബ്രഹാമിനേക്കാൾ മൽക്കീസേദെക്ക് ശ്രേഷ്ഠൻ. അപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഉള്ള മഹാപുരോഹിതനായ യേശു നിങ്ങളുടെ മഹാപുരോഹിതന്മാരെക്കാൾ മാത്രമല്ല, സ്തോത്രം, പിന്നെ നിങ്ങളുടെ ഗോത്രപിതാവിനേക്കാളും വലിയവനാണ്. 7-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. സ്തോത്രം. അവരുടെ വംശാവലികൾ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കമില്ലല്ലോ. മൽക്കീസേദെക്കിന്റെ ക്രമത്തിനുള്ള ശ്രേഷ്ഠതയാണ് ഇവിടെ കാണുന്നത്. ഇവനെത്ര മഹാൻ! ഗോത്രപിതാവ് ദശാംശം കൊടുത്തു, ഗോത്രപിതാവിനെ മൽക്കീസേദെക്ക് അനുഗ്രഹിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ചോദ്യങ്ങൾക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്ക് മറുപടി നോക്കാം. ദശാംശം കൊടുത്തപ്പോൾ എന്താണ് അബ്രഹാമിന് ഇദ്ദേഹം തിരികെ കൊടുത്തത്? അനുഗ്രഹിച്ചു എന്ന് നമ്മൾ കണ്ടു. കൂടാതെ ഒരു കാര്യവും കൂടെ എന്താ അബ്രഹാമിന് കൊടുത്തത്? അപ്പവും വീഞ്ഞും കൊടുത്തു. ഉൽപ്പത്തി 14-ാമത്തെ അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. അപ്പവും വീഞ്ഞും കൊടുത്തു. അതിൻ്റെ 17ഉം 18ഉം വാക്യങ്ങളിലാണ് ഉൽപ്പത്തി 14-ന്റെ ജെനസിസ് 14, 17 and 18 അവിടെ നമ്മൾ കാണുന്നു, അവൻ അവനെ അനുഗ്രഹിച്ചു,
സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നിങ്ങനെ പറഞ്ഞു. 17-ാം വാക്യത്തിലുണ്ട്, അവന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. സ്തോത്രം. ശാലേം രാജാവായ മൽക്കിസേദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിന് കൊടുത്തു. അപ്പവും വീഞ്ഞും നമുക്കറിയാം എന്തിൻ്റെ പ്രതീകമാണെന്ന് പുതിയ നിയമത്തിൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ പ്രതീകങ്ങളാണ്. സ്തോത്രം. അപ്പവും വീഞ്ഞും അവിടെ കൊടുത്തതിലൂടെ അങ്ങനെയും ഒരു ആശയം അവിടെ ഉരുത്തിരിയുന്നു. സ്തോത്രം. അബ്രഹാമിന് അപ്പവീഞ്ഞുകൾ നൽകി അവിടെയും മശിഹാത്വത്തിൻ്റെ ഒരു തെളിവ് നമുക്ക് കാണുന്നു. ക്രിസ്തുത്വത്തിൻ്റെ തെളിവ് നാം അവിടെ കാണുന്നു. അതുകൊണ്ട് ഈ മൽക്കിസേദേക്ക് ആരാണ് എന്ന് നമുക്കൊരു പിടുത്തവുമില്ല. ഇത്ര മാത്രമുണ്ട്, അദ്ദേഹം ശാലേം രാജാവായിരുന്നു എന്ന്. ശാലേം രാജാവായിരുന്നു. എന്നാൽ അങ്ങനെ ഒരാളിനെ കുറിച്ച് നമുക്ക് വേറെ എങ്ങും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് 2-3 അഭിപ്രായങ്ങൾ മൽക്കിസേദേക്കിനെ കുറിച്ചുള്ളതിൽ ഒന്ന്, അദ്ദേഹം നോഹയുടെ മകനായ ശേം ആയിരുന്നു എന്ന ഒരു ചിന്തയുണ്ട്. നോഹയുടെ മകനായ ശേം. ശേമ്യ കുടുംബത്തിൽപ്പെട്ടയാളാണ് ഈ അബ്രഹാം. മറ്റൊരു പ്രബലമായ ചിന്ത യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിന് മുൻപുള്ള ഒരു പ്രത്യക്ഷതയായിരുന്നു ഇത് എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യക്ഷത, ക്രിസ്റ്റോഫനി, എ പ്രീ ഇൻകാർണേഷൻ ക്രിസ്റ്റോഫനി ഓഫ് ജീസസ്. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജഡമെടുക്കുന്നതിനു മുമ്പ് യേശുക്രിസ്തുവിൻ്റെ ജഡത്തിലെ ഒരു പ്രത്യക്ഷത, സാക്ഷാൽ ദൈവപുത്രൻ തന്നെയാണ് അബ്രഹാമിനെ എതിരേറ്റ് അപ്പവും വീഞ്ഞുമായി വന്നത് എന്ന ഒരു പ്രബലമായ വാദം, ഒരഭിപ്രായം ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും വാഴുന്നു എന്ന്. ദൈവപുത്രന് തുല്യനായി എന്നേക്കും ഇരിക്കുന്നു എന്ന ഒരു 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ആ വാക്യം ഈ ആശയത്തിന് കൂടുതൽ പ്രാബല്യം നൽകുന്നുണ്ട്. ഓക്കെ. പരിശുദ്ധാത്മാവ് എന്നതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ക്രിസ്തുവിനെ ക്രിസ്റ്റോഫനി എന്ന നിലയിൽ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ആ അഭിപ്രായത്തോട്, പരിശുദ്ധാത്മാവ് എന്നതിനേക്കാൾ ക്രിസ്തു എന്ന് തന്നെ സ്വീകരിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ യോജിപ്പ്. ഞാൻ ഈ പറഞ്ഞ 2 ആശയങ്ങൾക്കും സാധ്യതയുണ്ട്. TPM-കാർ ഈ മൽക്കിസേദേക്കിനെ പരിശുദ്ധാത്മാവായിട്ടാണ് പറയുന്നതെന്ന് പറയുന്നു. എന്നാൽ അവിടെ പരിശുദ്ധാത്മാവ് എന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ സ്വീകാര്യത ക്രിസ്തു എന്ന നിലയിൽ തന്നെയാണ്. ക്രിസ്റ്റോഫനിക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രത്യക്ഷതയായിട്ട് ഉൽപ്പത്തിയിൽ കാണുന്നുണ്ട്, 18-ഉം 19-ഉം അധ്യായങ്ങളിൽ. അതല്ലാതെ
നാം ഒരു പ്രത്യക്ഷതയായിട്ട് പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. അധികവും പ്രത്യക്ഷത ക്രിസ്റ്റോഫനീസ് ഓർ തിയോഫനീസ് ഉണ്ടായിട്ടുള്ളത് ക്രിസ്തുവിൻ്റേതായതുകൊണ്ട് അതിനോടാണ് കൂടുതൽ യോഗ്യത. സ്തോത്രം. കൂടാതെ ക്ഷേമായിരിക്കുവാനും ഒരുപക്ഷെ സാധ്യതയുണ്ട്. അതിൻ്റെ വർഷങ്ങളും കൂടെ ഒക്കെ കണക്ക് കൂട്ടിയായിരിക്കുമല്ലോ, ഞാനതൊന്നും കണക്ക് കൂട്ടിയില്ല, കണക്ക് കൂട്ടിയായിരിക്കുമല്ലോ ഈ വേദപഠിതാക്കൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനത്തെ ആശയങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇവിടെ പ്രീമച്യൂറായിട്ട് ഞാനങ്ങ് നിർത്തുകയാണ്. 4 മിനിറ്റ് മറ്റവരുടേത് പോയി അവർ 9 മണിക്ക് അതിനിങ്ങനെ കാത്തിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ബാക്കി ഭാഗം ചിന്തിക്കാം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തിയെല്ലാം പിതാവിനോട് നമ്മുടെ ബന്ധം നമുക്ക് നിരന്തരമായി നിലനിർത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.